20 ആളുകൾക്കിടയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ഈ സദസ്സിൽ ഇപ്പോൾ എത്ര 20കളുണ്ട്? ഒരുപാട് 20കളുണ്ട് അല്ലേ? 20 ആളുകൾക്കിടയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഔ അഖല്ല ഔ അക്തർ, 20ന്റെ ഏറെയോ 20ന്റെ കുറച്ച് കുറവോ ഒന്നും കുഴപ്പമില്ല, ഒരു 10-20 ആളുകൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ, ഫതസഫഹ്ത ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലേക്ക് നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ, ഫലം തറ ഫീഹിം റജുലൻ യുഹാബു ഫില്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മ വരുത്തുന്ന വിധം മുഖത്ത് ഗൗരവമുള്ള ഒരു മഹാനെ ഓരോ 20 ആളുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ, ഫഅലം അന്നൽ അംറ ഖദ് റഖ്, അറിയണേ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഓരോ 20ലും ഹൈബത്തുള്ള, വഖാറുള്ള, സക്കീനത്തുള്ള മഹാന്മാർ മുസ്ലിം ഉമ്മത്തിന്റെ ഓരോ 20ലും ഒരാളെങ്കിലും വേണം. അതില്ലെങ്കിൽ അന്നൽ അംറ ഖദ് റഖ്, കാര്യം കൈവിട്ടു പോയിരിക്കുന്നു എന്നാണ് അതിന്റെ സാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒന്നുകൂടെ ഉയർന്നു ചിന്തിക്കുകയാണ്. നന്നാവണം, നല്ലവരാകണമെന്ന് മാത്രമല്ല, ആ നന്മയിൽ മുന്നേറി ഹൈബത്തുള്ള ഒരു, വഖാറുള്ള ഒരു മനുഷ്യൻ. മൻ തുദക്കിറുകുമുല്ലാഹ റുഅയതുഹു വമൻ യസീദുകും ഫിൽ അമലി അമലുഹു, ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്നത്, ആരുടെ കർമ്മങ്ങൾ കാണുമ്പോഴാണോ കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടാകുന്നത്, അത്തരം ആളുകൾ ഓരോ 20ലും ഒരാൾ വേണമെന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണത്. മഹാനത് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ലഖദ് സമിഅ്തു ഹദീസൻ മുൻദു സമാൻ, സ്വഹാബിയാണ് അവര്, അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ എന്നവര്. ലഖദ് സമിഅ്തു ഹദീസൻ മുൻദു സമാൻ, കുറേ കാലം മുമ്പ് ഞാനൊരു ഹദീസ് കേട്ടിരുന്നു എന്ന് പറഞ്ഞ് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണത്. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നബി തങ്ങൾ അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, യഈഷു ഹാദൽ ഗുലാമു ഖർനാ, ഈ കുട്ടി 1 നൂറ്റാണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നെറ്റിയിൽ കൈവച്ചിട്ട് യഈഷു ഹാദൽ ഗുലാമു ഖർനാ, 100 കൊല്ലം കഴിഞ്ഞ് മരിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു. മരിക്കണതോ ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വഫാത്താകുന്നത്. അങ്ങനത്തെ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു. യഈഷു ഹാദൽ ഗുലാമു ഖർന. മഹാൻ പറയാൻ, എൻ്റെ പുണ്യ റസൂല് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, പലതവണ കേട്ടുപോയത്. ഇദാ കുൻത ഫീ 20 റജുലൻ ഔ അഖല്ല ഔ അക്തർ, 20 ആളുകൾ കുറച്ചേറെയോ കുറവോ ആകാം. ഫതസഫഹ്ത ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഫലം തറ ഫീഹിം റജുലൻ യുഹാബു ഫില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഗൗരവമുള്ള ഒരു മുഖമുള്ള ഒരാൾ ഓരോ 20ലും നിങ്ങൾക്ക് കാണാൻ കഴിയാതെ വരുമ്പോൾ, ഫഅലം, അറിയണേ, അന്നൽ അംറ ഖദ് റഖ്, കാര്യം ഗൗരവമാണ്, നന്മ ചോർന്നുകൊണ്ടിരിക്കുകയാണ്, സജ്ജനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പേടിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളിൽ നല്ല സജ്ജനങ്ങളുടെ സാന്നിധ്യങ്ങളെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് ദീനുമായുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെയുള്ള ഓട്ടമാണ്, ഒഴുക്കിനെതിരെയുള്ള ഓട്ടമാണിത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇജ്മാഉൽ ഉമ്മയാണ്. ഈ ഉമ്മത്തിന്റെ ആദ്യ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മുജദ്ദിദുൽ ഖർനിൽ അവ്വൽ, മുജദ്ദിദാണ്. 2.5 വർഷമാണ് ഭരണം നടത്തിയത്. ആ 2.5 വർഷം 25 കൊല്ലം ചെയ്ത സേവനം പോലെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ശേഷം ഒരു ഉമർ എന്ന് പറയാൻ പറ്റുന്ന ഉമർ, മഹാനായ അമവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാൻ ഭരണമേറ്റെടുത്തിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: അമ്മാ ബഅദ്, അമ്മാ ബഅദ്, ഇന്നി ഉആലിജു അംറൻ ലാ യുഈനുനി അലൈഹി ഇല്ലല്ലാഹ്, ഞാൻ ഏറ്റെടുത്ത വിഷയം അത് നടപ്പാക്കണമെങ്കിൽ എനിക്ക് അല്ലാഹുവിൻ്റെ അപാരമായ സഹായം തന്നെ വേണം, അല്ലാഹുവിൻ്റെ സഹായം തന്നെ വേണം. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ. വഇന്നനാ നബ്റഉ മിൻ ഹൗലിനാ വഖുവതിനാ ഇലാ ഹൗലില്ലാഹി വഖുവതിഹി, നമ്മുടെ ഒരു കഴിവൊന്നുമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും, അള്ളാഹു ചെയ്യുന്ന തൗഫീഖുകളാണ്. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ ഒഴുക്കുകയാണ്. ഉദവി ഉസ്താദന്മാർക്ക് ഇങ്ങനെ
നോർത്ത് ഇന്ത്യയിൽ പോയി പ്രവർത്തിക്കണമെന്ന് തോന്നുന്ന അള്ളാഹു ചെയ്തു കൊടുക്കുന്ന തൗഫീഖല്ലേ. അവർക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഗൾഫിക്ക് പോകാം, ഞങ്ങൾക്കും അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്പിലൊക്കെ ജോലി കിട്ടുമല്ലോ. അവർ യോഗ്യതയുള്ളവരാ, കഴിവുള്ളവരാ. അവരുടെ കുടുംബങ്ങൾ മിനിമം പറയാം, മോനെ നീ പോകല്ലേ, വാപ്പ പറയാം നീ ഗൾഫിക്കും പോയിക്കോ എന്നെങ്കിലും പറഞ്ഞെങ്കിൽ അത് സാധ്യമാകുമായിരുന്നോ? അള്ളാഹു തൗഫീഖ് അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. യസൂഖുഹുമുല്ലാഹു സൗഖ. അള്ളാഹു നന്മയിലേക്ക് ചില ആളുകൾ അങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണെന്നാണ്. മിസ്ദാഖൻ ലിഖൗലിഹി ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. അള്ളാഹുവിൻ്റെ കലാം അള്ളാഹു ഇറക്കിയതാണ്, അത് അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ കലാം സത്യമായി പുലരാൻ ചില ആളുകളെ അള്ളാഹു തസ്ഖീർ ചെയ്തിരിക്കുന്നു ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. എല്ലാവരും വിചാരിക്കുക ഞാനിപ്പോൾ എന്തിനാ ഈ ഒച്ചപ്പാടിനും ബഹളത്തിന് നിൽക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ കളിയാക്കലിനും ട്രോളുകൾക്കും നിന്നൊടുക്കുന്നത്, മിണ്ടാണ്ട പരി പോയി ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ. ഓരോരുത്തരും ദഅവത്ത് വേണ്ടെന്ന് വെച്ചാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ? അള്ളാഹു ചില ആളുകളെ തൗഫീഖ് ചെയ്യുകയാണ്. ഇന്നി ഉആലിജു അംറൻ ലാ യുഈനുനി അലൈഹി ഇല്ലല്ലാഹ്. എൻ്റെ റബ്ബ് തന്നെ അപാരമായി അനുഗ്രഹിച്ചാൽ മാത്രമേ ഞാനിനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഖദ് ശബ്ബ അലൈഹി സ്വഗീർ. ചെറിയ കുട്ടികളെല്ലാം ആ മാലിന്യങ്ങൾ കണ്ടുകൊണ്ടാണ് വലുതായി വന്നത്. ഈ മാലിന്യങ്ങളെ എങ്ങനെ തിരുത്തും? അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. കുട്ടികൾ ഇത് കണ്ടുകൊണ്ടാണ് വളർന്നത്. വഹരിമ അലൈഹിൽ കബീർ. വലിയവർ വാർദ്ധക്യത്തിലേക്ക് എത്തിയതും തിന്മകൾ കണ്ടുകൊണ്ടാണ്. ഇതൊക്കെ 1-ാം നൂറ്റാണ്ടത്തെ കഥയെ പറയണത്. വഹാജറ അലൈഹിൽ അറാബി. അറാബികൾ മലമുകളിൽ നിന്ന് നാട്ടിൻപുറത്തേക്ക് വന്നതും ഈ തിന്മകൾ കാണാനാണ്. വഫസഹ അലൈഹിൽ അജമി. അറബി അല്ലാത്തവർ മനോഹരമായ വാക്കുകൾ കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതും ഇതുതന്നെയാണ്. ഹത്താ ഹസിബഹുന്നാസു ദീനൻ ലാ യറൗനൽ ഹഖ്ഖ ഗൈറഹ്. ഇത് തന്നെയാണ് ദീന്, ഈ കാണുന്നത് തന്നെയാണ് ദീന് എന്ന് ജനങ്ങളങ്ങ് വിശ്വസിച്ചു പോയി. ഈ ഒരു സംവിധാനത്തെയാണ് എനിക്ക് തിരുത്താനുള്ളത്, ഈ ചിന്തകളെയാണ് എനിക്ക് മാറ്റിമറിക്കാനുള്ളത്. അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ സഹായം വേണം. തൻ്റെ ഭാര്യയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനെ വിളിച്ചു റളിയല്ലാഹു അൻഹ എന്ന ആ മഹദിക്ക് വേണ്ടി നമ്മൾ പറയുകയാണ്. അവർ സ്വഹാബിയത്തായതുകൊണ്ടല്ല, വലിയ ആബിദത്തായതുകൊണ്ടുമല്ല, പക്ഷേ ഒരു ഭരണാധികാരിയുടെ ഭാര്യയായി ജീവിക്കാൻ ഒരു യോഗ്യത, ഒരു ഖലീഫക്ക് പറ്റിയ ഭാര്യയായി ആ മഹദി ജീവിച്ചു എന്നതുകൊണ്ട് ഫാത്തിമയെ വിളിച്ചു. ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. വാപ്പ അമ്മോഷൻ രാജാവാ അബ്ദുൽ മലിക് ബിൻ മർവാൻ. വല്യാപ്പം മർവാൻ ബിൻ ഹക്കം, വല്യാപ്പയും രാജാവാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക്, മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക്. ആങ്ങളമാരും ഭരണാധികാരികളാണ്. ആങ്ങളമാരും ഭരണാധികാരി, വല്യാപ്പയും ഭരണാധികാരി, വാപ്പൻ്റെ വാപ്പയും ഭരണാധികാരികൾ. ഇങ്ങനെ ഒരു രാജകുടുംബത്തിൽ വളർന്ന മോളാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, കഴുത്തിൽ വജ്രമാലകൾ ഉണ്ടായിരുന്നു, ഡയമണ്ടിൻ്റെ മാലകൾ, വലിയ വലിയ കല്ലുകൾ, മനോഹരമായ കല്ലുകളെ കൊണ്ടുണ്ടാക്കിയ വജ്രമാലകൾ. അത് അണിഞ്ഞിട്ടിങ്ങനെ മഹാന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ മാല പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, ഇത് നിന്റെ വാപ്പ നിനക്ക് തന്ന മാലയാണെന്ന് എനിക്കറിയാം, പക്ഷേ നിന്റെ വാപ്പ സമൂഹത്തിൻ്റെ പൊതുസ്വത്തിൽ നിന്നെടുത്തതാണ്. അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളുടെ ഖജനാവിലേക്ക് പോകേണ്ട മാലയാണ്. ഫാത്തിമ, നീ ഇത് ഊരിത്തരാൻ നിനക്ക് ധൈര്യമുണ്ടോ, നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പ ഊരി കൊടുത്തു. എനിക്കിത് വേണ്ട. അപ്പ തന്നതാണ്, പക്ഷെ ഇത് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്താണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഊരിക്കൊടുത്ത മോളാണത്. മഹദിയാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. രസമതല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ വഫാത്തായപ്പോൾ ഖസാനയുടെ സൂക്ഷിപ്പുകാരനായ ആള് വന്നിട്ട് മഹദിയോട് പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾ വിഷം തീണ്ടിയിട്ട് വഫാത്താകുന്നെന്നാണ് ചരിത്രം. മഹാനവറുകളോട് വന്ന് പെണ്ണിനോട് മഹദിയോട് വന്ന് പറയണം, ഫാത്തിമ, നിങ്ങളുടെ വജ്രമാല ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല, അതവിടെ തന്നെയുണ്ട്. ഭർത്താവല്ലേ ഇത് വാങ്ങിവെച്ചത്, മൂപ്പര് മരിച്ചല്ലോ, ആ മാല ഞാൻ തിരിച്ചു തന്നോട്ടെ, നിങ്ങൾക്കത് അണിയാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം മഹദി ഒരു വാക്ക് പറഞ്ഞു, മാ കുന്തു ലിയുതിഅഹു ഹയ്യൻ വഅസിയഹു മയ്യിത. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞിട്ട് അവരനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എനിക്ക് വേണ്ട.
ഞാൻ അന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ വാക്ക് ഇന്നും അതുതന്നെയാണ് എന്ന് പറഞ്ഞ മഹദിയാണ് ഈ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹ. ഫാത്തിമയോട് ചോദിച്ചു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ, ഫാത്തിമ, ഞാൻ നിരന്തരം ബിസിയാവാൻ പോവുകയാണ്, ഇനി നിനക്കെന്നെ അധികം കിട്ടൂല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഭരണമേറ്റെടുക്കുകയാണ് ഫാത്തിമ. അമവി ഭരണാധികാരികളും അബ്ബാസികളും ചെയ്തു വെച്ച ഒരുപാട് തിന്മകളെ എനിക്ക് തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ അരികത്ത് വേണം എന്ന് നിനക്ക് വാശി പിടിച്ചാൽ എന്നെ ഇനി കിട്ടൂല ഫാത്തിമ. അതുകൊണ്ട് 2 ചോദ്യം. ഒന്ന്, ഞാൻ നിന്റെ കൂടെ അധിക സമയം ഇല്ലെങ്കിലും എൻ്റെ ഭാര്യയായി തുടരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാം. അതല്ല, നിങ്ങൾക്ക് നല്ല സൗകര്യമുള്ള, നിങ്ങളെ ടൂർ കൊണ്ടുപോകുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളൂ. മഹദി പൊട്ടിക്കരഞ്ഞു എന്നാണ്. മഹദി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, യാ സൗജി, എൻ്റെ ഭർത്താവേ, ഞാൻ അങ്ങയുടെ ഭാര്യയായി ജീവിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്നു. അങ്ങ് തിരക്കാണെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നു. അങ്ങേക്ക് സമയം തരാൻ കഴിയില്ലെങ്കിൽ എനിക്കതറിയാം. പക്ഷേ എനിക്ക് അങ്ങയെ വിട്ടൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് മഹാനവരുടെ കൂടെ ആ ഭരണകാലത്തും പിടിച്ചു നിന്ന മഹദിയാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. ഒരു തമാശ ഓർമ്മ വരികയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ഒരു നിക്കാഹിന് വന്നിരുന്നു ഇരിട്ടിയിൽ. നമ്മുടെ സുഹൃത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ വീട്ടിൽ നിക്കാഹിൻ്റെ പ്രഭാഷണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തങ്ങൾ കയറി വരുന്നത്. രാവിലെ 11 മണിക്ക് ഒരു ശനിയാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു നിക്കാഹ് സദസ്സിൽ പറയേണ്ട ഒരു ഹദീസുണ്ട്, അങ്ങനെ ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം ഭാര്യമാർ നല്ല സർട്ടിഫിക്കറ്റ് തരുന്നവരാണ് ഭർത്താക്കന്മാർ. അവരാണ് ഭാര്യമാർ പറയണം എൻ്റെ ഭർത്താവ് നല്ല ഭർത്താവാണ്, എങ്കിലേ നിങ്ങൾ നല്ല ഭർത്താവ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഹദീസ് ഞാൻ അവിടെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ വന്നു. തങ്ങൾ അപ്പോഴൊന്നും പറഞ്ഞില്ല, അവിടെ വന്നിരുന്നു, ഒന്ന് കുശലം പറഞ്ഞു, സംസാരിച്ചു. അങ്ങനെ തങ്ങൾ നിക്കാഹൊക്കെ ചെയ്തു, തങ്ങൾ പോവുകയും ചെയ്തു. ഞങ്ങളും പോയി. ഞങ്ങൾക്ക് കാസർഗോഡ് ഭാഗത്തേക്ക് പോകണം. ഞങ്ങളും കണ്ണൂരിലേക്ക് പോയി. ട്രെയിൻ കയറി നിൽക്കുമ്പോൾ ട്രെയിനിലുണ്ട് വിളിക്കുന്നത്. തങ്ങൾ വിളിച്ചു. അപ്പോൾ തങ്ങൾ ഒരേ ചിരി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ തങ്ങളെ ചിരിക്കുന്നു ചോദിച്ചു. നിങ്ങളെ പ്രസംഗിച്ച പോയിന്റ് ഉണ്ടല്ലോ, ആ 2 സർട്ടിഫിക്കറ്റ് എനിക്കും കിട്ടൂല നിങ്ങൾക്കും കിട്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ പെരയിലില്ലല്ലോ, നമ്മൾ 2 ആളും പെരയില്ലാത്ത ആൾക്കാരാ എന്ന് പറഞ്ഞ് തങ്ങൾ ചിരിക്കന്നെ. തങ്ങൾ കൊയിലാണ്ടിയോ മറ്റേ കുറ്റ്യാടി പേരാമ്പ്ര ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റോളം തങ്ങൾ സംസാരിച്ച് തന്നെ പറഞ്ഞു, നമ്മുടെ വീട്ടുകാർക്ക് പരാതിയാണ്, നമ്മൾ കൂടല്ല, നാട്ടുകാരുടെ കൂടെയാണ്. നാട്ടുകാർ പോകുന്നത് നാട്ടുകാരുടെ കൂടെയാണ് സമയം, അവരെ കല്യാണത്തിൽ കൂടുന്നു, നമ്മൾ വീട്ടിലത്തെ മുടിയളിച്ചലിന് പോലും കിട്ടൂല. അപ്പം നമ്മളെ പെണ്ണുങ്ങളൊന്നും തരാൻ ഒരു സാധ്യത ഇല്ലട്ടോ സുധവി, ശരിയല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അങ്ങനെ തങ്ങൾ ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ശരി തന്നെയാണ്, നാട്ടുകാർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുത്തതാന്ന് പറഞ്ഞു ഞാൻ. നമ്മളെ കൊണ്ട് എന്തായാലും അതൊന്നും ആവില്ല, നാട്ടുകാർക്കെങ്കിലും കിട്ടിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭാര്യയോട് ചോദിച്ച ചോദ്യതാണ്, എന്നെ കിട്ടൂല, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റോ? ഞാൻ തിരക്കായിരിക്കും, നിനക്ക് വേണ്ടി സമയം തരാൻ എന്നെ കൊണ്ട് കഴിയില്ല ഫാത്തിമ, അതുകൊണ്ട് ക്ഷമിച്ചുകൂടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ നിന്നോളൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. ഉസർരിഹുകുന്ന സറാഹൻ ജമീല. ലജ്ജതൻ, വാവിട്ട് നിലവിളിച്ചു കരഞ്ഞു എന്നാണ്. മഹദിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല റളിയല്ലാഹു തആല അൻഹ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്നി ഉആലിജു അംറൻ ലാ യുഈനുനി അലൈഹി ഇല്ലല്ലാഹ്. അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ അവസ്ഥകൾ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും കഥകളിലേക്കൊന്നും ഞാൻ പോകല്ല. അടിച്ചു കൊല്ലുന്നതും തല്ലിക്കൊല്ലുന്നതും ഞെരിച്ചു കൊല്ലുന്നതും, കൊലപാതകം ചെയ്തിട്ടൊരു കണ്ണുനീര് പോലും, ഒരു പശ്ചാത്താപം പോലും തോന്നാതെ കോടതിക്ക് മുമ്പിലോ നിയമപാലകർക്ക് മുമ്പിൽ വരുമ്പോൾ ഒരു പാറ്റയെ കൊന്ന ലാഘവത്തോടുകൂടെ സ്വന്തം ബന്ധുക്കളെ മാതാപിതാക്കളെ കൊന്നിട്ട് നിർനിമേഷനായി നിന്ന് സംസാരിക്കാൻ കഴിയുന്ന വളരെ നിർജീവമായ ഒരു സംസ്കാരങ്ങളിലേക്ക്, വളരെ വേദനാജനകമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവേ, അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാലന ഇലാ
അസ്ലഹിൽ ഹാൽ. പടച്ചവനെ, ഞങ്ങളുടെ സമൂഹത്തിൻ്റെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ സംസ്കാരത്തെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അള്ളാഹു ഏറ്റവും നല്ലൊരു സംസ്കാരത്തിലേക്ക് നീ ആക്കിത്തരണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ നീ കാത്തു സൂക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ നന്മ ചെയ്യണേ റബ്ബേ. അവർ തിന്മകളിൽ ചെന്നുപെടാതെ നീ കാക്കണേ പടച്ചവനെ. മയക്കുമരുന്നിന് ലഹരിക്കടിമകളാകാതെ നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കൾ കൺകുളിർമയുള്ള മക്കളാക്കി തരണേ റബ്ബേ. അവരൊരിക്കലും സങ്കടത്തിനും ദുഃഖത്തിനും കാരണമാകുന്ന മക്കളായി പോവാതെ കാക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ലഹരിയെ പറ്റി പറയുമ്പോൾ ലഹരിയുടെ വലിയൊരു അപ്പുറത്ത് കിടക്കുന്ന തലമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക് എന്ന് പറയുന്നത് മനുഷ്യർക്കൊക്കെ ജന്മന മനുഷ്യൻ്റെ ചിന്തകളെ, ബ്രെയിൻ സെല്ലുകളെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ താളങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെയാണ്. ഒരു ചെറിയ കുട്ടി, ഒരു പാട്ടും കേൾക്കാത്ത കുട്ടി, ഒരു ഡാൻസും കേൾക്കാത്ത കുട്ടി, 1 വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടിയുടെ മുമ്പിൽ നല്ലൊരു മ്യൂസിക്, ഒരു പഞ്ചാബി മ്യൂസിക് വെച്ചു കൊടുത്താൽ ആ കുട്ടി നൃത്തം ചെയ്യും. എന്തെങ്കിലുമൊക്കെ കാണിക്കും തടി കൊണ്ട് ആ താളത്തിനൊത്ത്. മനുഷ്യൻ്റെ ശരീരത്തിന് മ്യൂസിക്കുമായിട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ട് എന്നത് സത്യം തന്നെ. പക്ഷേ ശരീഅത്ത് അതിനെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്, വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. നമ്മളതിനെ ലാഘവത്തോടുകൂടെ കാണരുത്. മ്യൂസിക്കിൽ എന്താണ് അനുവദിക്കപ്പെടുന്നത്, അനുവദിക്കപ്പെടാത്തത് എന്ന് എല്ലാവർക്കും അറിയാം. ദഫ് അനുവദിക്കപ്പെടുന്നതാണ്, അല്ലാത്ത മസാമീറുകൾ, അല്ലാത്ത മറ്റു ആലാത്തുകൾ, ഊദും തമ്പൂറും മിസ്മാറും തൊബിലും, ഇതൊക്കെ അന്നുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും ഇന്നും പാടില്ല, അന്നും പാടില്ല എന്ന അതിലെ പ്രധാനപ്പെട്ട 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം അങ്ങനെയാണ്. എന്നാലും നമ്മുടെ ബൈറ്റിലും, നമ്മുടെ ബൈറ്റുകളിലും, നമ്മുടെ ഗാനങ്ങളിലും, നമ്മുടെ റെക്കോർഡുകളിലൊക്കെ ഇതറിയാതെ കയറി വരുന്നത് ഈ പണി ചെയ്യുന്ന ആളുകൾക്ക് ഈ മസാല അറിയുന്നുണ്ടാവില്ല. നമ്മൾ പണി കൊടുക്കുകയാണ്, അത് കമ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ മസാല അറിയില്ല. അവർ നല്ല പാട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയാണ്. വോക്കൽ മ്യൂസിക്കുകളാകാം, വോക്കൽ വായ കൊണ്ട് ചെയ്യുന്ന താളം പിടിക്കലുകൾ, അതിന് കുഴപ്പമില്ല. അല്ലാത്ത ആലാത്തുകൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. നമ്മുടെ ആലിമീങ്ങൾ പണ്ട് കാലങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള മസാല എന്തായിരുന്നു? ഇന്നിപ്പോൾ ഇത് സുന്നത്ത് കഴിഞ്ഞ് ഫർളായി മാറിയിട്ടുണ്ട് ഫോട്ടോ എടുക്കൽ, അല്ലേ? ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സെഷൻ ഫോട്ടോ എടുക്കലാണ്. നിന്ന് കൊടുത്തില്ലെങ്കിൽ അഹങ്കാരി എന്നാ പറയാം. അപ്പോൾ പിന്നെ മനുഷ്യന്മാർ കുടുങ്ങിപ്പോവുകയാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ അത് ആകാൻ പറ്റുമോ? തിന്മകൾ തിന്മ തന്നെയല്ലേ. വലു അഅജബത്ക കസറത്തുൽ ഖബീസ്. ഞാൻ ഈ സംഭവം പറയുന്ന അബൂ സുലൈമാൻ ഉദ്ദാറാനി എന്ന് പറയുന്ന ദിമഷ്ക് ലോകത്തിന് സമ്മാനിച്ച വലിയ സൂഫി വര്യനാണ്. മഹാന്റെ മഖ്ബറ ഇന്ന് സിയാറത്ത് ചെയ്യപ്പെടുന്ന വലിയൊരു മഖാമാണ് ഡമസ്കസിൽ അബൂ സുലൈമാൻ ഉദ്ദാറാനി. മഹാനവറുകൾ മ്യൂസിക്കിൽ നിന്ന് ദീനിന്റെ തസവുഫിലേക്ക് കടന്നു വന്ന വലിയൊരു പണ്ഡിതനാണ്. ചെറുപ്പകാലം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന പോലെ ചെറിയൊരു ഇൻക്ലിനേഷൻ ടുവേർഡ്സ് മ്യൂസിക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൻ്റെ ചരിത്രം മഹാനവറുകൾ പറയുന്നുണ്ട്. ഇമാം ദഹബിയൊക്കെ അൽ ഇമാമുൽ കബീർ എന്നാ പറയാ അബൂ സുലൈമാൻ ഉദ്ദാറാനിയെ സംബന്ധിച്ച്. അൽ ഇമാമുൽ കബീർ, സാഹിദുൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ സാഹിദായ പണ്ഡിതനാണ് എന്നൊക്കെ അബൂ സുലൈമാൻ ഉദ്ദാറാനിയെ സംബന്ധിച്ച് ഇമാം ദഹബിയെ പോലെ ആൾക്കാർ വരെ പറയുന്നുണ്ട്. സൂഫി വര്യനാണ് മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇഖ്തലഫ്തു ഇലാ മജ്ലിസി ഖാസ്. കഥ പറയുന്ന ഒരാളുടെ, ചരിത്രം പറയുന്ന ഒരാളുടെ സദസ്സിലേക്ക് ഞാൻ കയറി ചെന്നു. ആൾ കഥ പറയുന്നുണ്ട്, അങ്ങനെ വഅദും പറയുന്നുണ്ട്. ഫഅഥറ കലാമുഹു ഫീ ഖൽബി. അയാളുടെ സംസാരം എൻ്റെ ഹൃദയത്തിൽ എന്തോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ, അദ്ദേഹം കഥ പറയുന്ന ഒരാളാണ്, എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ. പക്ഷെ ഞാൻ അവിടെ എഴുന്നേറ്റ് പോന്നു. എൻ്റെ കൽബിലൊന്നും പിന്നൊന്നും ഉണ്ടായില്ല, കേട്ടുപോന്നു. ഒരു രസം തോന്നിയപ്പോൾ അത് കഴിഞ്ഞു. ഫഉത്തു ഇലൈഹി സാനിയ. വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് ചെന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിന് ശേഷവും എൻ്റെ ചിന്തയിൽ ആ സദസ്സിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നു തുടങ്ങി. മൂന്നാമതും ഞാൻ ചെന്നു നോക്കുമ്പോൾ അവിടെ വാദ്യമേളകളുണ്ട്, മ്യൂസിക്കുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്, കവിതകൾ ചൊല്ലുന്നുണ്ട്, വാദ്യമേളങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം കഥ പറയുകയും ചെയ്യുന്നു. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ വാദ്യത്തോട്, മ്യൂസിക്കിനോട് എന്തെന്നില്ലാത്തൊരു അഭിനിവേശം, എന്തെന്നില്ലാത്ത ഒരു അടുപ്പം എൻ്റെ ഹൃദയത്തിൽ തോന്നി.
ഞാൻ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. മഹാൻ പറയാ ഫകസർത് ആലാത്തിൽ മുഖാലിഫാത്ത് ഊദിൻ വതംബൂരിൻ വറബാബത്തിൻ വമിസ്മാരിൻ വതബ്ലിൻ. ഇതെല്ലാം എൻ്റെ വീട്ടിലുണ്ട്. ചണ്ടയുണ്ട്, വാദ്യങ്ങളുണ്ട്, വീണയുണ്ട്, ഫ്ലൂട്ടുണ്ട്, ഹാർമണിയുണ്ട്. എല്ലാം ഞാൻ എടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. എല്ലാം പൊട്ടിച്ചു കളഞ്ഞു. എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ അബൂ സുലൈമാൻ ദാറാനിയുടെ വലിയ വലിയ ഹിക്മത്തുകളുണ്ട്. വലിയ വലിയ ഹിക്മത്തുകൾ. അതിൽപ്പെട്ട ഒരു ഹിക്മത്താണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് അള്ളാഹു നിങ്ങളെ വീണ്ടും പരീക്ഷിക്കുകയില്ല. വേണ്ടെന്ന് വെച്ച് ഞാൻ ഇതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം മഹാനായ യഹ്യ ഇബ്നു മുആദ് റാസി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ സൂഫി വര്യൻ, ഹിജറ 250കളിൽ വഫാത്തായ നൈസാബൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനാണ്. ഇറാന്റെ മഷ്ഹദ് എന്ന് പറയുന്ന വലിയൊരു സിറ്റി ഉണ്ടെന്ന്. മഷ്ഹദിന്റെ അടുത്ത സ്ഥലമാണ് നൈസാബൂർ. ഇമാം മുസ്ലിം എന്നവർ നൈസാബൂർകാരനാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ മുഹദ്ദിസായ പണ്ഡിതൻ മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി. അവരൊക്കെ ഇറാനികളാണ്. യഹ്യ ഇബ്നു മുആദ് അർ-റാസിയുടെ അരികത്ത് എന്ന് ഞാൻ പറഞ്ഞു, യഹ്യ ഇബ്നു മുആദേ, നിങ്ങൾക്കറിയുമോ അന്ന് കഥ പറയുന്ന മ്യൂസിക് കൊണ്ട് ആലാപനം ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്ത് കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ എൻ്റെ കഥ കേട്ട് എൻ്റെ മനസ്സിലത് കയറി കൂടിയപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ തരത്തിലുള്ള മ്യൂസിക്കിൻ്റെ ഉപകരണങ്ങളും പൊട്ടിച്ചു കളഞ്ഞ് ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ടാണ് ഞാൻ ഈ മാർഗത്തിലേക്ക് വന്നത്. ഇത് കേട്ടിട്ട് യഹ്യ ഇബ്നു മുആദ് എന്നവർ പറഞ്ഞ വാക്കാണത്. ഉസ്ഫൂർ എന്ന് പറഞ്ഞ ചെറിയ പക്ഷിയാണ്. കർക്കി എന്ന് പറയുന്നത് പക്ഷികളിൽ കാണാൻ കിട്ടാത്ത അമൂല്യമായൊരു പക്ഷിക്കാണ് കർക്കി എന്ന് പറയാ. ഒരു ചെറിയ പക്ഷി വലിയ ഒരു കിട്ടാക്കനിയായ പക്ഷിയെ വേട്ടയാടിയല്ലോ എന്ന് പറഞ്ഞു യഹ്യ ഇബ്നു മുആദ് എന്നവർ. അതിനർത്ഥം എന്താന്ന് വെച്ചാല് ഈ കഥ പറയുന്ന ആളൊരു ഉസ്ഫൂർ. ഒന്നും ലോകം പിന്നെ അയാൾ അറിഞ്ഞിട്ടോ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ആളായിരുന്നു. അദ്ദേഹം വാദ്യമേളങ്ങൾ മുഴക്കി എന്നത് ശരിയാണ്. അയാൾ ഒരു ഉസ്ഫൂറാണ്. പക്ഷെ അയാളുടെ സദസ്സിൽ പോയതുകൊണ്ട് തൻ്റെ കൽബിലേക്ക് വന്ന ആ ഒരു മ്യൂസിക്കിനോടുള്ള അഭിരുചിയെ മറികടക്കണമെന്ന തോന്നലുണ്ടായി. ലോകത്തിന് വലിയൊരു കർക്കി പക്ഷിയെപ്പോലെ ലോകത്തിന് കിട്ടിയ മഹാനല്ലയോ മഹാനായ അബൂ സുലൈമാൻ ദാറാനി നിങ്ങൾ എന്ന് മഹാനോട് പറയാണ്. നോക്കണേ, ചില ചിന്തകളെ നമ്മൾ മറികടക്കേണ്ടി വരും. മ്യൂസിക് ധാരാളം കേൾക്കാനുള്ള അവസരം നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട്. എത്രത്തോളം മ്യൂസിക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നുണ്ടോ അത്രത്തോളം ഖുർആൻ നമ്മുടെ കൽബിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. ലാ യജ്മഉ ഫീഹി മിസ്മാറുൻ വ ഖുർആൻ. ഖുർആനും വാദ്യവും ഒരുപോലെ ഹൃദയത്തിൽ യോജിച്ചു വരികയില്ല, ഒരുമിച്ച് നിൽക്കുകയില്ലെന്ന് മഹാന്മാർ പറയാറുണ്ട്. മ്യൂസിക്കിനോട് അഡിക്ഷൻ ഉണ്ട്. ഇന്നത്തെ മ്യൂസിക്കൊക്കെ എന്താണ്? DJ നമ്മുടെ ബസ്സിലൊക്കെ, എൻ്റെ സുഹൃത്ത് ഷാഫിയോട് ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ യാത്ര പോകുമ്പോൾ വണ്ടിയിലേക്ക് ഭയങ്കരമായ മുട്ട്. ഞാൻ ചോദിച്ചു എന്താ ഈ മുട്ട് എവിടുന്നാ? അവൻ നേരെ മുമ്പിലൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുട്ടികൾ ചാടി കളിക്കുക. ആ സൗണ്ട് നമ്മൾ ഗ്ലാസ് ഓഫ് മൂടിപ്പോകുന്ന വണ്ടിൻ്റെ ഉള്ളിലേക്ക് വരെ ഭയങ്കരമായ സൗണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലത്തെ സൗണ്ട്? എന്താ ഈ DJ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ റാപ്പ് മ്യൂസിക്കുകൾ, റോക്ക് മ്യൂസിക്കുകളൊക്കെ ശരിക്കും മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന പാട്ടുകളല്ലേ? നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെയുള്ള മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ? നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു മൈക്കിന് മുമ്പിൽ അരമണിക്കൂർ, ഇപ്പോൾ നല്ല മൈക്ക് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ നോമ്പറ്റം പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ തളർന്ന് തല കറങ്ങി വീണു പോകും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പോയി കിടക്കേണ്ടതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഉറങ്ങിപ്പോകും. ഇങ്ങനെ ഒരു മൈക്കിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ DJ മ്യൂസിക്കുകളൊക്കെ എങ്ങനെയാ? 1 മണിക്കൂർ 2 മണിക്കൂർ ചങ്ക് കയറി നടന്ന് മൈക്കും പിറിച്ച് ഓടി ചാടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി സ്റ്റേജും വെച്ചാടി, ഇവിടെ കയറി അങ്ങോട്ട് ചാടി. ഹൈ പിച്ചിൽ ഇത് ഓടണമെങ്കിൽ സാധാരണ പത്തിരിയും ചോറും വെച്ചാൽ അതുകൊണ്ട് പറ്റൂല. അതിന് വേറെ ചില സാധനങ്ങൾ വേണ്ടി വരും. നമ്മുടെ കുട്ടികൾ എന്ത് ഇല്ലൂമിനാറ്റി എന്നൊക്കെ പാടുന്നത്? എന്താ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞാൽ ശൈത്താൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇല്ലൂമിനാറ്റി എന്നിട്ട് പാടുക, കുട്ടികൾ ഇങ്ങനെ പാടുക ഇല്ലൂമിനാറ്റി. അതൊക്കെ വലിയ വലിയ പാട്ടുകൾ ഇന്നത്തെ സിനിമയിൽ വന്നു. ഇല്ലൂമിനാറ്റി പിശാച്ചിനെ പൂജിക്കുന്നവർക്കാണ് ഇല്ലൂമിനാറ്റികൾ എന്ന് പറയാ.
അത് ജൂതന്മാരുടെ സയനിസ്റ്റുകൾ കൊണ്ടുവന്ന സംസ്കാരമാണ്. സയനിസ്റ്റുകൾ ഇല്ലൂമിനാറ്റി പൂജകളാണ്. അതാണ് ഇപ്പൊ കേരളത്തിലെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ ആ മ്യൂസിക്കിന്റെ താളത്തിൽ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ശൈത്താൻ വരണേ ശൈത്താൻ വരണേ എന്നല്ല ഈ പറയണത്. നമ്മുടെ മക്കൾക്കറിയൂ എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലെ പാട്ടുകളുടെ വരികൾ മാറിത്തുടങ്ങി. അതിൻ്റെ ആശയങ്ങൾ ചിലർ പറയാം ഭ്രാന്തായാൽ എന്ത് സുഖം. ഭ്രാന്തായോക്കണം അറിയണമെങ്കിൽ സക്കറാത്തുൽ മൗത്തിന് എന്ത് സുഖന്ന് ഈ പറയുന്നവൻ അടിച്ചിട്ട് പറയുന്നതാണ്, എനിക്കറിയില്ല. സക്കറാത്തുൽ മൗത്ത് ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് യാ ആയിഷ. ആയിഷ സക്കറാത്തുൽ മൗത്തിന് വേദനയുണ്ട്, ആയിഷ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടാ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു മുസ്ലിമിന് പാടാൻ പറ്റുമോ അതൊക്കെ? സക്കറാത്തുൽ മൗത്തിന് എന്ത് സുഖന്ന്. ആ സുഖം പടച്ചവനെ നീ നിന്റെ മുത്തഖീങ്ങൾക്ക്, നിന്റെ അംബിയാഇന്, നിന്റെ സജ്ജനങ്ങൾക്ക് നിന്റെ സഹായം കൊണ്ടേ അത് മറികടക്കാൻ കഴിയൂ. സക്കറാത്തിന്റെ ബുദ്ധിമുട്ട്, സക്കറാത്ത് പ്രയാസമാണ്. പക്ഷെ നമ്മുടെ പാട്ടുകളുടെ വരികൾ, ഞാനിപ്പോൾ ഈ അടുത്തിറങ്ങുന്ന ചില പാട്ടുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഭ്രാന്തായാൽ എന്ത് സുഖം. നാട്ടുകാർക്ക് സുഖം എന്നല്ലാണ്ട് അയാൾക്ക് വല്ല സുഖം ഉണ്ടാവോ? ഭ്രാന്ത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുദാമി വൽ ജുനൂനി വസയ്യിമിൽ അസ്ഖാം. പടച്ചവനെ ഭ്രാന്തിനെ തൊട്ട് കാക്കണേ നിബിതങ്ങൾ ദുആ ചെയ്തതാണ് അല്ലേ. തമാശക്ക് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ കാര്യമല്ലാതെ ഒരു ആനന്ദത്തിന് പാടുകയാണെങ്കിൽ പോലും അള്ളാഹു ജല്ല ജലാലുവിൻ്റെ മുമ്പിൽ ഉരുവിടുന്ന വാക്കുകളാണത്. പടച്ചോൻ ഇത് കേട്ട് കഴിയുകയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്താൽ തീരും നമ്മുടെ ഭ്രാന്തൊക്കെ. അതുകൊണ്ട് നമ്മുടെ സിനിമകളിൽ ഡിസിപ്ലിൻ വേണം. നമ്മുടെ കലകളിൽ നമുക്കൊന്നത് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. കൊലപാതകങ്ങളും ക്രൂരതകളും നമ്മുടെ മക്കൾ, 10ാം ക്ലാസ്സിലെ കുട്ടി തൻ്റെ സഹപാഠിയെ അടിച്ചു കൊല്ലുമ്പോൾ എവിടുന്ന് ഇത് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറയും. അവർക്ക് പറയാനുള്ള മറുപടി സിനിമയിലുള്ള ക്രൈം സീനുകളാണെന്നാണ്. സിനിമയിലെ ക്രൈം സീനുകൾ, അടിയും കുത്തും വെടിവെക്കലും, ഇത് കാണുമ്പോൾ സ്വാഭാവികമായി മക്കൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യും, അതിനെ കോപ്പിയടിക്കും. എന്തിനാണ് വിസർജ്യങ്ങൾ സമൂഹത്തിന് തള്ളിക്കൊടുക്കുന്നത്? നന്മ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയേ. ഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നന്മ പറയാനുണ്ടെങ്കിൽ പറയിൻ, ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ. സമൂഹത്തെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിലേ സമൂഹം ഒഴുകുന്ന ഒഴുക്ക് മലിനമായ ഒഴുക്കിലാണ്. ആ ഒഴുക്കിലേക്കാണ് ലഹരിയുടെയും കൊലപാതകത്തിൻ്റെയും ക്രൂരതയുടെയും ചിത്രങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയൊരളവോളം പ്രാർത്ഥിക്കാനേ കഴിയൂ. അള്ളാഹു പറഞ്ഞു വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പ്രാർത്ഥിക്കണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും റബ്ബേ കൺകുളിർമയെ തരണേ. കണ്ണ് സന്തോഷിക്കുന്നത്, മനസ്സിന് കുളിർമയേകുന്നത്, അള്ളാഹു നിന്നെ സന്തോഷിപ്പിക്കുന്ന നന്മ നീ നൽകണമേ എന്ന് ദുആയിരക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദുആയിരക്കണം. കാന അക്സറു ദുആഇഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, മഹദി പറയുകയാണ്, ഒരു ദിവസം എൻ്റെ ഹബീബിനെ എൻ്റെ റൂമിൽ കാണാതെയായപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ വന്നു. എന്നെ വേണ്ടാതെ എൻ്റെ കൂടെയുള്ള ഹബീബിൻ്റെ മറ്റു ഭാര്യമാരുടെ അരികത്തേക്ക് തങ്ങൾ പോയതാണോ എന്നെൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണായിരുന്നല്ലോ അന്ന്. ഞാൻ എൻ്റെ റൂമിൽ ഹബീബിനെ തപ്പി നോക്കുമ്പോൾ എൻ്റെ ഹബീബ് സുജൂദിൽ കിടക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഹബീബിൻ്റെ സുജൂദിൻ്റെ അരികത്തെൻ്റെ തല വെച്ചു. അന്നേരം ഹബീബ് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്, പാതിര സമയം, യാ മുഖല്ലിബൽ ഖുലൂബ്. മദീന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഹുജ്റത്തു ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂം. ആ റൂമിലാണ് ഹബീബ് ഇപ്പം അന്ത്യവിഷമം കൊള്ളുന്നത്. ആ റൂമിന്റെ മൂലയിൽ എവിടെയോ മണ്ണിൽ തലവെച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരു പാതിരാ നേരം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും എൻ്റെ റസൂലുമായ പുണ്യനബി ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടു. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, ഖൽബുകളെ നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ അടിയുറപ്പിച്ച് നിർത്തേണമേ. എൻ്റെ ഖൽബ് ഉലയാതെ
ഇടറാതെ പതറാതെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണമേ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ നിന്റെ കരങ്ങൾക്കിടയിലാണ്. ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ യഖ്ലിബുഹാ കൈഫ യശാ, മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം കാരുണ്യവാനായ റബ്ബിന്റെ റഹ്മത്തിന്റെ വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്ന വിധം അതിനെ മാറ്റിമറിക്കുന്നുണ്ട്. അല്ലാഹുവേ ഇസ്തിഖാമത്തിൽ നിന്ന് ഒരിക്കലും പതറാതെ നീ കാണിച്ച നേർവഴിയും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശരിയായ ഋജുവായ മാതൃകയും തിരുനബിയുടെ സുന്നത്തും ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു ബിദ്അത്തിലേക്ക്, പിഴച്ച ആശയങ്ങളിലേക്ക്, മതനിരാസങ്ങളിലേക്ക്, യുക്തിവാദങ്ങളിലേക്കൊന്നും പോകാതെ റബ്ബേ എൻ്റെ ഉമ്മത്തിന്റെ ഖൽബിനെ കാത്തുകൊള്ളണേ എന്ന് ദുആ ചെയ്യുകയാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി ചോദിച്ചല്ലോ, നബിയേ അങ്ങയുടെ മുഖത്ത് സന്തോഷം കാണുന്ന ഈ നിമിഷം ഞാൻ അങ്ങയോടൊന്ന് ചോദിച്ചോട്ടെ, ഉദ്ഉല്ലാഹ അയ്യഗ്ഫിറ ലീ. ഹബീബിന്റെ മുഖത്തൊരു സന്തോഷം കണ്ട നേരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ ആയിഷക്ക് പുറത്തു കൊടുക്കാൻ. നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പുണ്യനബി വഫാത്തായതിനു ശേഷം 40 കൊല്ലങ്ങൾ മഹദി ജീവിച്ചു ഇൽമ പഠിപ്പിച്ചുകൊണ്ട്. 40 വർഷം. ആ 40 വർഷങ്ങളിൽ ചെയ്ത സേവനത്തിന്റെ ആ ഒരു ഇൽമിന്റെ പ്രസരണത്തിൽ നിന്നാണ് അത്വാ ഇബ്നു അബീ റബാഹ് തങ്ങളെ പോലെയുള്ള ലോകപ്രസിദ്ധരായ താബിഈ പണ്ഡിതന്മാർ രംഗത്ത് വന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഇന്നലി ഇലൈക ഹാജ. ആയിഷ ബീവി പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയല്ലേ, നബിയെ ഒരു കാര്യം അങ്ങയോട് പറഞ്ഞോട്ടെ. പറയൂ ആയിഷ. വീണ്ടും ആയിഷ ബീവി മടിച്ചു നിന്നു. ഒരു കാര്യം പറയാനുണ്ട് നബിയെ, പറയട്ടെയോ? പറയൂ ആയിഷ, പറഞ്ഞോളൂ. വീണ്ടും ആയിഷ ബീവി അങ്ങനെ ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോ, എൻ്റെ ഭർത്താവിനോട് ചോദിക്കാൻ പറ്റുന്നൊരു നേരം മുത്തു വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ചോദിക്കാനുണ്ടായിരുന്നത് നാണം മറക്കുന്ന തുണിക്കഷ്ണത്തെക്കുറിച്ച് പറയാനല്ല, വസ്ത്രം വേണമെന്നല്ല, ആഭരണങ്ങൾ വേണമെന്നല്ല ആയിഷ ബീവി പറയാൻ പോകുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോ ആ ഒരു നേരം സമയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുതലെടുക്കുകയാണ്. പറയൂ ആയിഷ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഉദ്ഉല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അല്ലാഹുവിനോട് പറയണേ നബിയേ, അയ്യഗ്ഫിറ ലീ, ഈ പാവമായ പെണ്ണ് ആയിഷക്ക് പുറത്തു കൊടുക്കണേ എന്ന് അങ്ങയുടെ ചുണ്ടിലൂടെ ഒന്ന് പറയണേ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ. എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തോഷിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, അസുരിർത്തി, സന്തോഷമായില്ലയോ ആയിഷ? സന്തോഷായില്ലേ? നഅം യാ റസൂലല്ലാഹ്, വലിമ ലാ ഉസർ, എന്തിനെ ഞാൻ സന്തോഷിക്കാതിരിക്കണം? വഖദ് ദഅലി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലല്ലയോ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടയോ നബിയേ? നേരം ലോകത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. ആയിഷ, നിങ്ങൾക്കറിയുമോ, മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅദ്ഉ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യാത്ത ഒരു രാത്രിയും എൻ്റെ രാവുകളിലില്ല ആയിഷ എന്ന് നമ്മുടെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യാത്ത ഒരു രാത്രിയും കടന്നു പോകുന്നില്ലത്രേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ പറയാത്ത ഒരു രാത്രിയുമില്ല. ആയിഷ, ഞാൻ അങ്ങേക്ക് ഇന്ന് ദുആ ചെയ്ത പോലെ എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനകളിൽ വലിയൊരു പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തി തരണേ തമ്പുരാനെ.
അള്ളാഹു ദീൻ അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. ഈ ദഅവത്തുകളൊക്കെ അതിന് കാരണമാണ്, ഈ ദഅവത്തുകളൊക്കെ അതിന് നിമിത്തമാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അലാ ഇബ്നുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ പുണ്യനബി തങ്ങൾ ഇന്നത്തെ സൗദി അറേബ്യയിലെ അഹ്സാ എന്ന പ്രദേശത്തേക്ക് പറഞ്ഞേക്കുകയാണ്. അഹ്സാ എന്ന് പറയുന്നതിന് ആ നാടിന് പഴയ പേര് ബഹ്റൈൻ എന്നാണ്. ഇന്നത്തെ ബഹ്റൈൻ അല്ല, കിതാബുകളിൽ കാണുന്ന ബഹ്റൈനിലെ സകാത്ത് കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അഹ്സായിലേതാണ്. അഹ്സാ ആണ് അന്നത്തെ ബഹ്റൈൻ. അലാ ഇബ്നുൽ ഹദ്റമി റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ ദഅവത്തിന് പറഞ്ഞയച്ചു. മുൻദിർ ഇബ്നു സാവ അൽ അബ്ദി എന്ന് പറയുന്ന അന്നത്തെ ബഹ്റൈൻ, അന്നത്തെ അഹ്സാഇന്റെ ഭരണാധികാരിയുടെ അരികത്തേക്ക് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പുണ്യനബി തങ്ങൾ വഫാത്തായതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ച മുൻദിർ ഇബ്നു സാവ റളിയല്ലാഹു അൻഹുവും വഫാത്തായി. ആ സമയം അഹ്സായിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദീങ്ങളുടെ എണ്ണം ഒരുപാട് കൂടുകയുണ്ടായി. ജവാഫി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം മാത്രമാണ് പിടിച്ചിരുന്നത്, ബാക്കിയൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയി. അവർ കാരണം പറഞ്ഞത്, അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി മരിച്ചുപോയില്ലേ, മരിച്ചുപോയാൽ പിന്നെ അതോടുകൂടെ ദീനും മരിച്ചുപോയി, ഇനി നമുക്ക് ദീൻ അനുസരിക്കേണ്ടതില്ല എന്ന് ഒരു വാദം അഹ്സാഉകാർ ഉന്നയിക്കുകയുണ്ടായി. ജവാഫി ചരിത്രത്തിൽ അറിയപ്പെടുന്ന വലിയൊരു നാടാണ്. ആ ഒരു ഗ്രാമത്തിൻ്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങളടക്കമുള്ള താരീഖിൻ്റെ പണ്ഡിതന്മാർ വിശദമായി പറയുന്നുണ്ട്. ജവാസിയിൽ ഒരു വർഷം ഭക്ഷണം കിട്ടാതെ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെട്ടു. ദീനിന്ന് പുറത്തുപോയി ഒരു സംഘം. ഞാനതിനെ ചേർത്ത് വെക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന യുവതലമുറയുടെ ഒരു ട്രെൻഡിനെ കുറിച്ച് സൂചിപ്പിക്കുവാനാണ്. അത് അല്പം കുറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, അല്പം നല്ല നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. യുക്തിവാദികളുടെ ആ ഒരു മെക്കിട്ട് കയറുന്ന പരിപാടിയൊക്കെ നമ്മുടെ റഷീദ് ഹുദവിയും ഷുഐബുൽ ഹൈതമി ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ മുന്നേറ്റം കൊണ്ട് വലിയൊരളവോളം തടയിടാൻ സാധിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അള്ളാഹു അവർക്കൊക്കെ കരുത്ത് നൽകട്ടെ, അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീനിന്റെ ദഅവത്ത് അങ്ങനെയാണ്. ഓരോ കാലഘട്ടങ്ങളിലും ചില ആളുകളുടെ ഇടപെടലിന്, ഒരു കാലഘട്ടത്തിൽ സമദാനി സാഹിബിന്റെ പ്രഭാഷണം കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ വലിയൊരു തലമുറ ദീനിൽ പിടിച്ചു നിന്നത്. അത് നിഷേധിക്കാൻ പറ്റുമോ? വലിയൊരു യുവതലമുറ, കടപ്പുറത്തെയും കോട്ടക്കലെയും അദ്ദേഹത്തിൻ്റെ വാർഷിക പ്രഭാഷണങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നിരുന്നത്, അല്ലേ? ആ പ്രഭാഷണങ്ങളൊക്കെ ചെയ്ത ഇമ്പാക്ട്സ് വളരെ വലുതാണ്. അദ്ദേഹത്തെ കേൾക്കാനും നിബിധങ്ങളെ സംബന്ധിച്ചുള്ള മഹബത്തുണ്ടാകാനും തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാനും ചില നല്ല കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആനും സയൻസും കൂട്ടിവെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ചെയ്യുന്ന വലിയ നിഅമത്തുകളാണ്. ഇനിയും അള്ളാഹു ഒരുപാട് ദഅവത്തിന് അവസരങ്ങൾ അള്ളാഹു അവർക്കും നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതൊരു വലിയ നിഅമത്താണ്. ചില ആളുകളുടെ ഇടപെടൽ സാധ്യമാകും. മക്കയിൽ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലാണ് മക്കയിൽ മുർത്തദ്ദീങ്ങൾ കുറയാൻ കാരണം. അന്ന് തങ്ങൾ വഫാത്തായ ഉടനെ മദീനയിൽ ഇത് കുറയാൻ കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലാണ്. ആ ചരിത്രം നമ്മൾ പലവരും പറഞ്ഞതാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ പല്ലടിച്ചു പൊഴിക്കട്ടെ നബിയെ എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഹുദൈബിയ സന്ധിയിൽ തങ്ങളുടെ പേര് വെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു, ഉമറേ ലഅല്ലല്ലാഹ യുരീക് മാ തഖിറു ബിഹി ഐനുക്. ഉമറേ, നിങ്ങളുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകുന്നത് സുഹൈൽ ഇബ്നു അംറിൽ നിന്ന് കാണാൻ കഴിയും എന്ന് തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് സുഹൈൽ ഇബ്നു അംർ മുസ്ലിം അല്ല. ഹുദൈബിയ സന്ധിയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെട്ടണം, മിൻ മുഹമ്മദിൻ റസൂലില്ലാ എന്ന വാക്ക് വെട്ടണം. മുഹമ്മദ് ഇബ്നു അബ്ദുല്ല എന്ന് പറഞ്ഞാൽ മതി. ലെറ്റ്സ് ബി ഫാക്ച്വൽ. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, അങ്ങനെ മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് അദ്ദേഹം. പ്രഭാഷകനായിരുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ ദഅനി അക്സിറു ഹനായ, സുഹൈൽ ഇബ്നു അംറിന്റെ മുൻപല്ലുകൾ മുഴുവൻ ഞാൻ അടിച്ചു പൊഴിക്കട്ടെയോ, അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുകയോ? തങ്ങൾ പറഞ്ഞു, ഉമറേ, അള്ളാഹു നിങ്ങളുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകുന്നത് സുഹൈൽ ഇബ്നു അംറിൽ നിന്ന് കാണിച്ചു തരും. അത് കാണിച്ചു കൊടുത്തു 2 തവണ. ഒന്ന് തങ്ങളുടെ ഹജ്ജത്തുൽ വിദാ, അപ്പോഴേക്ക് അദ്ദേഹം മുസ്ലിമായി. തങ്ങളുടെ തലമുടി തങ്ങൾ സ്വഹാബികൾക്ക് ഇതിൽ വിതരണം ചെയ്തു കൊടുത്തപ്പോൾ തങ്ങൾ
തലമുണ്ഡനം ചെയ്തപ്പോ ആ പരിശുദ്ധമായ തലമുടിയിൽ ഒരൽപ്പം സുഹൈൽ ഇബ്നു അംർ എന്നവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം 2 കണ്ണിലും വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടു. ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരും. അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാണ്, പടച്ചോനെ, ഇസ്ലാമിലേക്ക് വന്നപ്പോഴേക്കും തങ്ങളുടെ തലമുടി കണ്ടിട്ട് പൊട്ടിക്കരയാൻ മാത്രം ഈമാനും മഹബ്ബത്തും ഈ മനുഷ്യന്റെ കൽബിലുണ്ടെങ്കിൽ എങ്ങനെ റസൂലുള്ള വെട്ടണമെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു എന്ന് അത്ഭുതത്തോടുകൂടെ നോക്കി നിന്ന സ്വഹാബികൾ. പിന്നെ മുർത്തദ്ദീങ്ങളുടെ വിഷയം വന്നപ്പോ മക്കയിൽ ഖാമ ഫീഹിം ഖതീബ, മക്കയിൽ ഖുറൈശികളുടെ മുമ്പിൽ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു സുഹൈൽ ഇബ്നു അംർ എന്നവർ, ദീനിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചും. ആ പ്രഭാഷണമാണ് മക്കക്കാർ ദീനിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ കാരണമായത്. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ എത്ര സത്യമാണ്. സുഹൈൽ ഇബ്നു അംറിന്റെ പല്ല് ഞാനെന്ന് അടിച്ചു പൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നോ? ആ സംഭവത്തെ കുറിച്ചല്ലയോ നബി തങ്ങൾ അന്ന് പറഞ്ഞത്, ലഅല്ലല്ലാഹ യുരീക മിൻഹു മാ തഖിറു ബിഹി ഐനുക്, നിങ്ങളുടെ കണ്ണിന് സന്തോഷമുള്ളത് കാണാൻ കഴിയുന്നു. അള്ളാഹു ചില നിയോഗങ്ങൾ നടത്തുകയാണ്, പഠിച്ച തമ്പുരാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിന് ദഅവത്ത് ചെയ്യുന്ന ദാഇമാർ, അവർക്കൊക്കെ അള്ളാഹുവിന്റെ കരുത്തും അള്ളാഹുവിന്റെ ഹിഫ്ളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ജുമുഅ നടപ്പാക്കപ്പെടുന്നത് ഈ ജവാസി ഗ്രാമത്തിലാണ്, അഹ്സായിലെ. അങ്ങനെ ഒരു കൊല്ലം പട്ടിണി കിടന്നപ്പോൾ അവരിൽപ്പെട്ടൊരു കവി ഒരു പാട്ട് പാടുകയുണ്ടായി. അലാ അബ്ലിഗ് അബാ ബക്രിൻ റസൂലാ, അലാ അബ്ലിഗ് അബാ ബക്രിൻ റസൂലാ വഫിത്യാനൽ മദീനതി അജ്മഈനാ ഫഹൽ ലകും ഇലാ ഖൗമിൻ കിറാമിൻ قعود في جواثي محصرينا كأن دماءهم في كل فج شعاع الشمس يغشي الناظرين توكلنا على الرحمن إنا وجدنا الصبر للمتوكلين. ഒരു വർഷമായി പട്ടിണി കിടക്കുന്ന ആളുകളെ സിദ്ദീഖ് എന്നവരെ നിങ്ങളും മദീനക്കാരും കാണുന്നുണ്ടോ? ഞങ്ങൾ ചോര ചിന്തി ജുവാസിയുടെ വഴികൾ മുഴുവനും ചോരക്കളങ്ങളാണ്. ഞങ്ങൾക്ക് താങ്ങും തണലുമായി അള്ളാഹു നൽകുന്ന ക്ഷമയേ ഉള്ളൂ. കഅന്ന ദിമാഅഹും ഫീ കുല്ലി ഫജ്ജിൻ ശുആഉ ശംസി യുഗ്ശിൻ നാദിരീന توكلنا على الرحمن إنا وجدنا الصبر للمتوكلين. അപ്പോഴാണ് ജാറൂദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അരികത്തേക്ക് ഓടി വന്ന സ്വഹാബികളിൽപ്പെട്ട മഹാനാണ്, ബഹ്റൈനിയാണ്, അഹ്സായിയാണ്. മഹാനായ ജാറൂദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, യാ മഅ്ശറ അബ്ദ ഖൈസ്, അബ്ദു ഖൈസിന്റെ മക്കളെ, ജുവാസികളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ 2 കാര്യം. അറിയുമെങ്കിൽ അറിയുമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അവര് പറഞ്ഞു, ചോദിക്കൂ ജാറൂദ്. അവര് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ അള്ളാഹുവിന് നമ്മുടെ റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പ് വേറെയും നബിമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയൂലേ? അറിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പുണ്യനബി പറഞ്ഞു തന്നു. ആ പ്രവാചകന്മാർക്കൊക്കെ എന്തു സംഭവിച്ചു? അവര് മരിച്ചുപോയി. എന്നാൽ അതുപോലെ ഹബീബാ നബി തങ്ങളും ഫഇന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത കമാ മാതു, അവര് മരണപ്പെട്ടതുപോലെ നബിയും മരണപ്പെട്ടതല്ലയോ? വമാ മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു എന്നതുകൊണ്ട് ദീനിൽ നിന്ന് നിങ്ങൾ പിറകോട്ട് ഓടുകയാണോ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണോ? ഹബീബായ നബി തങ്ങൾ ഏതൊരു ദൗത്യത്തിലാണോ വഫാത്തായത്, ആ ഒരു ദൗത്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മളും ജീവിച്ചു മരിക്കുന്നത്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
മഹാനായ ജാറൂദ് ബിൽ മുഅല്ല തങ്ങൾ ഈ ഒരു വിളംബരം ചെയ്തപ്പോഴാണ് ജനങ്ങൾ ഒന്നാകെ ഫഇന്നനാ നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആലിമീങ്ങളുടെ ഇടപെടലാണത്. ആ ഇടപെടൽ ചെയ്തതിന്റെ പേരിൽ ജവാസി എന്ന നഗരം മാത്രം രിദ്ദത്തിന്റെ പ്രയാസമില്ലാതെ മുർത്തദ്ദീങ്ങളില്ലാതെ സുരക്ഷിതമായി രക്ഷപ്പെട്ടു. ഇത് സബാത്താൻ. ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മം ചെയ്തവർ, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലാഹുവേ, നേർമാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി, നിന്റെ ഹബീബിന് വേണ്ടി, ദീനിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുകയും നേർമാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകൾ മരണസമയത്ത് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരും, അവരുടെ വീട്ടിലേക്ക്. അല്ലാ തഖാഫൂ, പേടിക്കരുതേ, വലാ തഹ്സനൂ, സങ്കടപ്പെടരുതേ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തപ്പെട്ട സ്വർഗം അല്ലാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ. ആശിക്കുന്നതെല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ച് ഒരുമ്പെട്ട് പുറപ്പെട്ട ആളുകൾ തിന്മകളിലേക്കും അവിശ്വാസത്തിലേക്കും പോയപ്പോ നന്മകളിൽ പിടിച്ചു നിന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ എന്താണോ ഇഷ്ടം അത് മുഴുവൻ ചെയ്തോളൂ. ഇവിടെ നിരോധനയില്ല, ഹറാമില്ല, എല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ ഞാനിവിടെ നൽകാൻ പോവുകയാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വിരുന്നാണിത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആളുകളെ വിളിച്ചവരും, വഅമില സ്വാലിഹ, സൽക്കർമ്മം ചെയ്തവരും, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, വാക്കുകൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും ഞാനൊരു മുസ്ലിമാണെന്ന് ഐഡന്റിറ്റി കണ്ടെത്തിയവരുമല്ലാതെ ആരാണ് ഏറ്റവും നല്ല വാക്കുകൾ പറയുന്നത് ഇവിടെ? അതുകൊണ്ട് നേർമാർഗത്തിൽ അടിയുറച്ചു നിൽക്കണേ അല്ലാഹുവേ. മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ഉറപ്പ് നൽകണേ റബ്ബേ. കാലിടറാതെ ഈമാനിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ തലമുറകൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.